ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇതൊന്ന് തുറക്കു സുമിത്രേ. എല്ലാം ഉണ്ടോന്നൊന്ന് പരിശോധിക്കട്ടെ. കുടുംബത്തിന് തന്നെ കള്ളന്മാര് പെരുകി പെരുകി വരിക. ഓരോന്നും അതാത് സമയത്ത് പരിശോധിക്കാതിരുന്നാൽ ശരിയാവില്ല. എല്ലാം ഉണ്ടെന്ന് തോന്നുന്നമ്മേ. ആഭരണങ്ങൾ മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറുന്നത് കുടുംബത്തിന്റെ പാരമ്പര്യം കൂടിയാ. ഇനി മുതല് ഗാതമോളാണ് നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടത്. ആ, നിനക്കെന്താ ഇവിടെ കാര്യം? നീ എന്തിനാ ഇവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി. എല്ലാം എവിടെയാണ് എടുത്തു വെക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കി വരാൻ നിന്റെ അമ്മ പറഞ്ഞോ? എന്നിട്ടിനി ചടങ്ങിന് പുറപ്പെടാൻ ആഭരണങ്ങൾ എടുക്കുമ്പോ അതിനൊരു തിക്കും തിരക്കും ഉണ്ടാക്കണം. അതിനും മടിക്കില്ലല്ലോ. എന്താടി? മുത്തശ്ശി അമ്മായും ആഭരണങ്ങൾ എടുത്തു വെച്ച് നോക്കുന്ന കണ്ടപ്പോ ഞാനൊന്ന് നോക്കിയതാ. മുത്തശ്ശിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടില്ല? മാണിക്കുഞ്ഞിനെ കള്ളനാക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. അന്ന് ഈ ആഭരണങ്ങൾ ഏതോ ഒരുത്തന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തത് ഗാതമുളം ഇടുക്കിയായതുകൊണ്ടാ അതൊക്കെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. എന്താ ശരിയല്ലേ നിർമ്മലേ? ശരിയാണ്. നീ എന്തിനാണ് ഇവിടെ ഒന്ന് വായി നോക്കി നിൽക്കുന്നേ? ഈ തറവാട്ടിലെ ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കും. അത് കണ്ട് നീ കണ്ണു തള്ളണ്ട. അതൊക്കെ കുടുംബത്തിൽ വലിയ ഐശ്വര്യമുള്ളവരെ തമ്മിൽ പങ്കെടുക്കേണ്ട കാര്യങ്ങളാ. അയ്യോ, നമ്മള് പാവം അടുക്കളപ്പുറത്ത് കഴിയേണ്ടവരല്ലേ. നീ ഓടി. അതൊന്നും ഓർമ്മിപ്പിക്കണ്ടായിരുന്നു അമ്മേ. ഓർമ്മിപ്പിക്കാതെ പിന്നെ? സത്യം പറയാലോ സുമിത്രേ, ഒരു ചടങ്ങ് നടക്കുമ്പോ എനിക്ക് പേടിയാ ഇവരുടെ കാര്യത്തില്. എന്ത് ചെയ്യാനും മുടക്കാൻ മടിക്കില്ല. നീ ഇതൊക്കെ എടുത്ത് ഭദ്രമായിട്ട് ഒരിടത്ത് കൊണ്ടുപോയി വെക്ക്. എന്നിട്ട് താക്കോല് നിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി. ശരി അമ്മേ. കള്ളന്മാരെ മുന്നിൽ കണ്ടതുപോലെ മുത്തശ്ശി സംസാരിക്കുന്നെ. ഞാനെന്താ അതെടുത്ത് വിഴുങ്ങോ മറ്റോ ചെയ്യൂ? എന്താ നിർമ്മല പ്രശ്നം? ഗാഥയ്ക്ക് ചാർത്താനുള്ള ആഭരണങ്ങളൊക്കെ എടുത്തപ്പോഴേ ഇവളൊന്ന് നോക്കി നിന്നുപോയി. അമ്മയുടെ സ്വഭാവം അറിയാലോ. അതോടെ അങ്ങ് പെയ്തിറങ്ങി. നീ എന്തിനാ മോളെ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ചെന്ന് നിൽക്കുന്നത്? അതുകൊണ്ടല്ലേ അവരങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ടല്ലേ നിനക്ക് കേൾക്കേണ്ടി വരുന്നത്. അവളോട് നിന്നാലെന്താ? ആവശ്യമില്ലാത്ത സ്ഥലമൊന്നുമല്ല. ആ ഇരുന്നതൊക്കെ അവൾക്കും കൂടി അവകാശപ്പെട്ടത് തന്നെയാ. നീ വിഷമിക്കണ്ട മോളെ. ഇപ്പൊ നിന്നെ നിഷേധിച്ചവര് ഇതൊക്കെ നിന്റെ കഴുത്തില് നേരിട്ട് ചാർത്തി തരുന്നൊരു ദിവസം വരും.